ഹൈസ്റ്റ് ഔട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി 2 ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ചേർക്കുക. അതിന് കുറച്ച് വെള്ളവും ചേർക്കുക, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്, വെള്ളം ഒന്നുകൂടെ വറ്റി വരാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം നന്നായി വറ്റി ഒന്ന് ഡ്രൈ ആകുന്നവരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ തേങ്ങ നന്നായിട്ടൊന്ന് കുക്കായി ഒന്നും വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ചേർത്തിട്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാത്ത തൈരാണ് ചേർത്തത്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. താളിപ്പ് തയ്യാറാക്കാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വന്ന ശേഷം കടുക് പൊട്ടിക്കുക. പിന്നെ 3 ഉണക്കമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ച പച്ചടിയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതായിരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.